ഇതെങ്ങോട്ടായി ഇടിച്ചു കയറി പൊളിച്ചു പോകുന്നേ? എന്തായാലും എനിക്ക് സന്തോഷമായി. ഗിരീഷ് മാഷ് എവിടെ? എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. മാഷിനെ കാണാനൊന്നുമല്ല, ആ പേരിൽ എന്നെ കാണാനാ വന്നതെന്ന്. മാഷ് ഇവിടെ ഉണ്ടോ ഇല്ലയോ അത് പറ. മീര തന്നെ അകത്ത് കയറി നോക്ക്. വാ വന്നേ. മാഷ് ഇല്ല, കാണില്ല. ഒരാവശ്യത്തിന് ഒരാളെ കാണാൻ വരുമ്പോ അയാൾ അവിടെ കാണില്ല. മീര കാണാൻ വന്ന ആളുതാ മീരയുടെ മുന്നിൽ തന്നെ നിപ്പുണ്ട്. ഒന്ന് പോടാ. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും മീര ധൈര്യമായിട്ട് വരണമെങ്കിൽ അത് എന്നെ കാണാൻ വേണ്ടി തന്നെയാ. എടോ, താൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ടെങ്കിലേ അത് തന്നെ ഒരു തരി പോലും പേടിയില്ലാത്തോണ്ടാ. മീര എന്നെ പേടിക്കരുത്, എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. മീര അകത്തേക്ക് വാ. ഇവിടെ ഗിരീഷ് ഏട്ടനൊന്നുമില്ല. നമുക്ക് സമാധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ ഇവിടെ ഗിരീഷ് മാഷില്ല. അപ്പൊ അയാളും എന്നെ കൈവിട്ടു. മീര, ആരൊക്കെ കൈവിട്ടാലും നിന്നെ കൈവിടാതെ കൊണ്ടു നടക്കാൻ ഈ പ്രകാശ് മേനോനുണ്ട്. നിനക്ക് നാണം ഇല്ലടാ. എന്താടി വീടിന്റെ നട വന്ന് ഷോ കാണിക്ക? MLA മരുമോളാകാൻ പോകുന്നതിന്റെ ജാടയാണെങ്കിൽ അത് നീ മടക്കി പോക്കറ്റിൽ വെച്ചാലേ ഒരു നന്ദന് നിന്നെ കെട്ടാൻ പോകുന്നില്ല. നീയേ ഈ പ്രകാശ് മേനോന്റെ പെണ്ണാ. അതിന് നീ ആദ്യം ആണാവടാ. എന്നെ താലികെട്ടാനേ നീ 1000 ജന്മം ജനിക്കണം. ഓ, നിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് എഴുതി തള്ളിക്കളഞ്ഞോണ്ടാടാ ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുന്നേ. മീര, നീ എന്തോ സമതല തെറ്റി നിൽക്കുക. അതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ പിച്ചും പേയും പറയുന്നത്. നോക്ക്, എന്നെ എഴുതി തള്ളാമെന്നൊക്കെ വലിയ വായിൽ വാചോടിക്കാം. പക്ഷേ മറക്കാൻ പറ്റാത്ത നിന്റെ ചില കോലങ്ങൾ എന്റെ ഫോണിലുണ്ട്. നമ്മുടെ പഴയ ശബ്ദ സന്ദേശങ്ങൾ, പടങ്ങൾ, വീഡിയോകൾ. നിന്റെയും നന്ദന്റെയും കല്യാണം മുടക്കാനേ എനിക്കത് മതി. ആ കല്യാണം മുടക്കാൻ നിന്റെ ഒരു രേഖയും വേണ്ട. ഓ, ജീവിതം തന്നെ കൈവിട്ട് നിൽക്കുമ്പോഴാ അവന്റെ ഒരു കല്യാണം. അമ്മേ, ടീച്ചർ അമ്മേ. മീര, ഇവിടെ ആരുമില്ല. മീര, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. നീ എന്താടി ഷോ കാണിക്കാൻ വന്നതാ? നിന്റെ കൈയിന്റെ ദേഹത്ത് തൊടുന്നു പോലും എനിക്ക് അറപ്പാ. അതിപ്പോഴല്ലേ, മുമ്പ് എന്നെ മാത്രം മതിയായിരുന്നല്ലോ. നീ എന്തായാലും എന്നെ തൊട്ടു. ഇനി ആ കൈ എടുക്കരുത്. എന്നെ കൊല്ല്, കൊന്നേക്കടാ. മീര, മരിക്കാൻ തയ്യാറായ ഞാൻ നിൽക്കുന്നത്. കൊല്ല്. എന്നെ ജീവനോട് വിട്ട നിന്നെ ഞാൻ തീർക്കും. കഴുത്ത് ഞെരിച്ച് കൊല്ലട നാറി. മീര, നിനക്ക് എന്താ പറ്റിയേ? എടാ, നീയൊക്കെ ഒരാണാണോടാ? മീര.